ചിലതിവിടെ വിടുവിക്കപ്പെട്ടിരിക്കും. ഓൾറൈറ്റ്, ഇവൻ ആര്? പ്രകൃതി ഇവന് കീഴടങ്ങുന്നു. 2, ഇവന്റെ ശുശ്രൂഷ എന്ത്? ഇവന്റെ ഉപദേശം എന്ത്? ദുരാത്മാക്കളുടെ മേൽ ഇവൻ അധികാരമുള്ളവനാണ്. വായിക്കുന്നില്ല മർക്കോസിന്റെ സുവിശേഷം 1:27. ദുരാത്മാക്കളുടെ മേൽ, ഭൂതശക്തികളുടെ മേൽ, അശുദ്ധയാത്മാക്കളുടെ മേൽ അധികാരമുള്ള ഇവൻ ആര്? ഇവൻ അധികാരത്തോടെ സംസാരിക്കുന്നു. ഇവന്റെ ഉപദേശം എന്ത്? കേവലം ഞങ്ങളുടെ പുരോഹിതന്മാരെ പോലെയല്ല, ഞങ്ങളുടെ ന്യായശാസ്ത്രികളെ പോലെയല്ല. അവർ വചന മധുരമായി സംസാരിക്കുമെങ്കിലും, വാചക ശൈലി നന്നായിരിക്കുമെങ്കിലും, പ്രാസ പ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും, മനോഹരമായ വാചക ഘടനയെങ്കിലും, മണിനാദം പോലുള്ള ശബ്ദമാണെങ്കിലും, ഇതൊന്നും ഇവനിൽ കാണുന്ന പ്രത്യേകത. ഇവനിൽ കാണുന്ന പ്രത്യേകത തന്റെ വാക്കുകളിൽ ഒരു അധികാരമുണ്ട്. ഇന്ന് പകൽ ചില നാവുകളിന്റെ മേൽ ഒരഭിഷേകത്തിന്റെ, ഒരധികാരത്തിന്റെ ഒരു പിന്തുടർച്ച ഉണ്ടാകട്ടെ. എന്തുകൊണ്ട്? ഇന്ന് ഉയർപ്പ് ഞായറാഴ്ചയാകയാൽ അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, അവിടെ ഇരിക്കുന്നു. പിന്നെ ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. ഭൂതങ്ങൾ മാത്രമൊന്നുമല്ല, ദൈവദൂതന്മാർ സകലരും, വീണവരും വീഴാതിരിക്കുന്നവരും, നല്ല ദൂതന്മാരും ദുഷ്ടദൂതന്മാരും. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും പിന്നെ അധികാരങ്ങൾ, വാഴ്ചകളും അധികാരങ്ങളും എന്നിങ്ങനെ ദൂതന്മാരെ കുറിച്ച് തന്നെ വർണ്ണിക്കുന്നുണ്ട്. ദൂതന്മാരും അധികാരങ്ങളും പിന്നെ ശക്തികളും ബലമുള്ള സകലരും ഇന്ന് പകൽ തനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഇന്ന് പകൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവവൈതലേ, നമുക്കൊരു യജമാനനുണ്ട്. എനിക്കൊരു അപ്പനുണ്ട് സ്വർഗത്തിൽ എന്നൊരു പാട്ടുണ്ട്. എനിക്കൊരു യജമാനനുണ്ട് സ്വർഗത്തിൽ, എനിക്കൊരു അപ്പനുണ്ട് സ്വർഗത്തിൽ. അപ്പസ്തോലന്മാരെ, താൻ ഒരു വലിയ അപ്പസ്തോലനാണ്. ഇടയന്മാരെ, താൻ ഇടയ ശ്രേഷ്ഠനാണ്. പിതാക്കന്മാരെ, അവൻ വലിയ പിതാവാണ്. മാതാക്കളെ, താൻ വലിയ മാതാവാണ്. ഇന്ന് പകൽ നമുക്ക് പകരമായി ഒരുവൻ സ്വർഗത്തിൽ എന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുക.